തലസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസമായി മഴ കനത്തു പെയ്യുന്ന സാഹചര്യമാണ്. വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് തുടർച്ചയായി എല്ലാ മഴ പെയ്യുന്ന കാലവർഷങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള സംഭവമാണ്. ഈ ദുരിതത്തിലാണ് ജീവിതമെന്നാണ് പല പ്രദേശങ്ങളിലുമുള്ള നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഉള്ളത് ബണ്ട് റോഡ് സോമൻ നഗറിലാണ്. ഇവിടെ എല്ലാ വർഷവും ഇവിടെ ഇത്തരത്തിൽ വെള്ളം കെട്ടിനിന്ന് ഒഴുകുന്ന അവസ്ഥയാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അത്രയും ദുരിതത്തിലാണ് ഇവിടെ. ഇതേ റോഡിലൂടെയാണ് കുട്ടികളടക്കം സ്കൂളുകളിലേക്കൊക്കെ പോകുന്നത്. ഇത് ഒരു സ്ഥിരമായിട്ട് തങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഇത് ഈ ഓട ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഈ റോഡ് പൊക്കത്തിന് ഓട കറക്റ്റ് ചെയ്ത് പോയാൽ വെള്ളം അങ്ങ് പോകും. അപ്പോൾ ഈ അങ്ങോട്ടുള്ളതാണ്ട് ആ കംപ്ലീറ്റ് വീടുകളും വെള്ളത്തിലാണ്. അപ്പോൾ നല്ല ഓട നല്ല ക്ലിയറായിട്ട് സ്ലാബ് ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ കുഴിവാണ്. ആ കുഴിവ് നികത്തി കറക്റ്റ് ചെയ്ത് റോഡ് മട്ടമാക്കിയാൽ അതിങ്ങി പൊയ്ക്കോളും എന്നുള്ളത്. ഇത്രയും കയറില്ല. വളരെ ദുരിതമാണല്ലോ. കുട്ടികളൊക്കെ ഈ വെള്ളത്തിലല്ലേ, ഓവുചാലിലെ വെള്ളത്തിലൊക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കൗൺസിലർ ആരാണ് കൗൺസിലർ? അജിത്ത് BJP കൗൺസിലർ അജിത്ത്. നമ്മളിവിടെ വർഷങ്ങളായി. അപ്പോൾ ഈ ഓട ഒന്ന് പൊക്കി ആ സൈഡൊക്കെ ഒന്ന് പൊക്കി കോൺക്രീറ്റ് ചെയ്തിട്ടാൽ വെള്ളം അങ്ങ് കുറേ അങ്ങ് പൊയ്ക്കോളും. ഇത്രയും കെട്ടില്ല. ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തത് താന്നതാണ്. അപ്പോൾ ഈ റോഡ് പൊങ്ങിയപ്പം അതുകൊണ്ട് താന്നുപോയി. ശാശ്വതമായ പരിഹാരം ഇതുവരെ ചെയ്തിട്ടില്ല. മോള് സ്കൂളിൽ പോകുന്നത് ഈ വെള്ളത്തിലൂടെയാണോ? ഇതിലൂടെ തന്നെ. വളരെ ബുദ്ധിമുട്ടല്ലേ? എങ്ങനെയാണ് ഈ വെള്ളത്തിലൊക്കെ ചവിട്ടി പോകുമ്പോൾ യൂണിഫോമും എല്ലാം ചീത്തയാവില്ലേ? പിന്നെ വല്ല രോഗങ്ങളൊക്കെ പിടിപെടില്ലേ? ഓടയിലെ വെള്ളമല്ലേ? ഉണ്ട്. പേടിയില്ലേ? ഉണ്ട്. ഓട ശരിയാക്കി കിട്ടിയാൽ മതി. ഓട ശരിയാക്കി കിട്ടണമെന്നാണ് ഇവർ പറയുന്നത്. കാലാകാലങ്ങളായിട്ട് ഈ ഒരു ദുരിതത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. മഴ പെയ്താൽ ഇവിടെ വെള്ളം കയറും, വെള്ളക്കെട്ട് രൂപപ്പെടും. ഓട ഒന്ന് മേലെയാക്കി കെട്ടിക്കൊടുത്താൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവും. പലപ്പോഴും ഇവർ കൗൺസിലറോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശരിയാക്കി നൽകാമെന്ന് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സ്ലാബ് ഇട്ട് മൂടിയെങ്കിൽ പോലും ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമായിട്ടില്ല. ഓട ശരിയാക്കാന്ന് പറഞ്ഞാൽ അത് ഇന്ന് ശരിയാക്കും, നാളെ ശരിയാക്കും, പിന്നെ അതങ്ങ് കടന്നു പോവുകയില്ല. ഇത്ര നാളുകൊണ്ട് പറഞ്ഞറിഞ്ഞു മടുത്തു. ഇതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഒട്ടനവധി വീടുകൾ ഉണ്ട്. ഈ മഴയായതുകൊണ്ട് തന്നെ അവരിലേക്കൊന്നും എത്താൻ കഴിയുന്നില്ല. ഈ റോഡുകൾ കണ്ടാൽ അറിയാം അവിടെ അത്രയും വെള്ളം കയറി നിൽക്കുകയാണ്. വീടുകളിലേക്ക് നമുക്ക് കയറാൻ പോലും കഴിയില്ല. ഒഴുക്കുള്ള വെള്ളമാണ്. ഇവിടെ വെള്ളം ഒരു ഭാഗത്ത് കെട്ടി നിൽക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറയ്ക്കലിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.